ഹായ് മക്കളെ, മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള തേർഡ് ചാപ്റ്ററിലെ 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിനി നോക്കുന്നത്. ഒട്ടും സമയം കളയാതെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിക്കോളൂ. ഐഡൻറ്റിഫൈ ദി സ്കേലാർ ക്വാണ്ടിറ്റി ഫ്രം ദി ഫോളോയിങ് ആൾട്ടർനേറ്റീവ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്കേലാർ ക്വാണ്ടിറ്റി ഏത്, വെക്ടർ ക്വാണ്ടിറ്റി ഏത്, ഇങ്ങനെ ചോദ്യം പ്രതീക്ഷിക്കണം. നമ്മൾ 14 ചാപ്റ്ററുകളാണ് പഠിക്കുന്നത്. എല്ലാ ചാപ്റ്ററിലെയും ഫിസിക്കൽ ക്വാണ്ടിറ്റികളിൽ സ്കേലാർ ഏത്, വെക്ടർ ഏത് എന്ന വേർതിരിച്ച അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇതിൽ മൊമെൻറ്റം വെക്ടറാണ്, വർക്ക് സ്കേലാറാണ്, ടോർക്ക് വെക്ടറാണ്, ആക്സിലറേഷൻ വെക്ടറാണ്. സോ സ്കേലാർ ക്വാണ്ടിറ്റി ഏതാ പറ, വർക്കാണ് സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഇസ് കോൺസ്റ്റൻറ്റ് അറ്റ് എനി പോയിന്റ് ഇൻ പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷനിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാണ്? പ്രൊജക്ടൈൽ മോഷനിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്: 1 ഹൊറിസോണ്ടൽ വെലോസിറ്റി, 2 ആക്സിലറേഷൻ, ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, 3 ടോട്ടൽ എനർജി. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒക്കെ മാറി വരും. ഏതൊക്കെ പറ? ഹൊറിസോണ്ടൽ വെലോസിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ടോട്ടൽ എനർജി. ഇതിൽ ആക്സിലറേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ആക്സിലറേഷൻ ആണ് ഇതിൽ റൈറ്റ് ആൻസർ. വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് മോഡ് എ പ്ലസ് ബി ഈക്വൽ ടു മോഡ് എ മൈനസ് ബി. ഇത് പലതവണ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതും പഠിപ്പിച്ചതും എഴുതി തന്നതുമാണ്. മോഡ് എ പ്ലസ് ബി ഈക്വൽ ടു മോഡ് എ മൈനസ് ബി ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ എ വെക്ടർ ആൻഡ് ബി വെക്ടർ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഒരു മാർക്കിന് ചോദിക്കുമ്പോൾ ആൻസർ മാത്രം എഴുതിയാൽ മതി. 2 മാർക്കിനാണ് ചോദ്യം വന്നെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്സ് എഴുതണം. സ്റ്റെപ്സ് നമ്മൾ നേരത്തെ തിയറി പാർട്ട് ഡിസ്കസ് ചെയ്ത ഭാഗത്ത് ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ നോക്കി ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കിയാലോ. A ball is thrown by one player. A ball thrown by one player is caught by another player in 5 seconds. ഒരു പ്ലെയർ എറിഞ്ഞ ബോൾ മറ്റേ 5 സെക്കൻഡ് കൊണ്ട് പിടിക്കുക. അപ്പോൾ ഈ പ്ലെയർ എറിഞ്ഞ ബോൾ പ്രൊജക്ടൈലാണ്. അത് അവിടെ എത്താൻ 5 സെക്കൻഡ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് 5 സെക്കൻഡ്. ഓക്കെ, ദെൻ കാൽക്കുലേറ്റ് ദി മാക്സിമം ഹൈറ്റ്. G10 എടുക്കാൻ പറഞ്ഞു. ടൈം ഓഫ് ഫ്ലൈറ്റ് തന്നിട്ട് മാക്സിമം ഹൈറ്റ് ചോദിക്കുക. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് 5 ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഫോർമുല 2u sin θ by g ആണ്. അവിടെ g എന്നുള്ളത് 10 എടുക്കുമ്പോൾ ഈ 2ഉം 10ഉം കട്ട് ചെയ്താൽ ഡിനോമിനേറ്റർ 5 ആയി. ആ 5 ഇങ്ങോട്ട് വന്നാൽ 5 × 5 25. u sin θൻ്റെ വാല്യൂ 25. ഹൈറ്റ് കാണാൻ u² sin² θ by 2g ആണ്. u² sin² θ u sin θൻ്റെ സ്ക്വയർ അല്ലേ. u sin θ 25 ആണ്. അപ്പോൾ 25² ഡിവൈഡ് ബൈ 2 × 10. അത് ചെയ്യുമ്പോൾ 31.25 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. എ ഫുഡ് പാക്കറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം എ പ്ലെയിൻ ഫ്ലൈയിങ് ഹൊറിസോണ്ടലി. ഹൊറിസോണ്ടലായി പറന്നുകൊണ്ടിരിക്കുന്ന പ്ലെയിൻ ഫുഡ് പാക്കറ്റ് താഴോട്ട് വീഴുക. ശ്രദ്ധിക്കണേ, ഹൊറിസോണ്ടലായിട്ടുള്ള ആ ഒരു എയറോപ്ലെയിനിൽ നിന്ന് ഫുഡ് പാക്കറ്റ് താഴോട്ട് വീഴുമ്പോൾ ആ പ്രൊജക്ടൈലിൻ്റെ മോഷൻ എന്നത് ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിൻ്റെ മോഷനാണ്. ഈ രൂപത്തിലാണ് താഴോട്ട് വരിക. അങ്ങനെ റീച്ചസ് ദി സർഫസ് ഓഫ് എർത്ത് ഇൻ 10 സെക്കൻഡ്. താഴെ എത്താൻ 10 സെക്കൻഡ് സമയം എടുക്കും. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ് എന്നർത്ഥം. ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ആണ്, മറക്കരുത്. അങ്ങനെയെങ്കിൽ ഹൈറ്റ്, കാൽക്കുലേറ്റ് ദി ഹൈറ്റ് ഫ്രം വിച്ച് ദി പാക്കറ്റ് ഈസ് ഡ്രോപ്പ്. ഈ പാക്കറ്റ് ഡ്രോപ്പ് ചെയ്ത് എത്ര ഹൈറ്റ് എന്നാണ്? നിങ്ങൾ പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട തിയറി പാർട്ടിൽ നമ്മൾ പറഞ്ഞു, ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ √2h/g ആണ്. ഓക്കെ, ഇതിൽ ഈ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് അവിടെ നിന്ന് കളയാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് അപ്പോൾ t² = 2h/g എന്നാവും. ഈ g അങ്ങോട്ട് പോവുക, 2 അങ്ങോട്ട് വന്നാൽ h = ½ gt² എന്ന് കിട്ടും. ഓക്കെ, ½ gt². G10 എടുക്കുക. അതേപോലെ ടൈം താഴെ എത്താൻ 10 സെക്കൻഡ് ആ സമയം. 10², ½ × 10 × 10² ചെയ്യുമ്പോൾ 500 മീറ്റർ ഹൈറ്റ് എന്നാണ് ഈ ബോഡി ഫുഡ് പാക്കറ്റ് താഴോട്ട് വീഴുന്നത് എന്ന് മനസ്സിലാക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A stone is thrown with the help of a sling with initial velocity u at an angle theta from the horizontal. ഒരു സ്ലിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കല്ല് എന്ത് ചെയ്യാണ്? കല്ല് വിടുകയാണ്. ആ കല്ല് വിടുന്ന വെലോസിറ്റി u ആണ്, തീറ്റ ആംഗിൾ ചെരിച്ചാണ്. വർക്കിംഗ് ഓഫ് എ സ്ലിംഗ് ഈസ് ബേസ്ഡ് ഓൺ. ഈ സ്ലിങ്ങിൻ്റെ വർക്ക് നോക്കണം. ഇവിടെ ഒരു കല്ല് വെച്ചുകൊണ്ട് നമ്മൾ ഈ റബ്ബർ ഷീറ്റിൽ ഇങ്ങനെ പിന്നോട്ട് വലിച്ചു പിടിക്കുമ്പോൾ, നമ്മൾ പിറകോട്ട് വലിച്ചു പിടിക്കുമ്പോൾ ഈ ഭാഗത്തു കൂടി ഇങ്ങോട്ടൊരു ഫോഴ്സ്, ഈ ഭാഗത്ത് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. ഈ 2 ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് പാരലലോഗ്രാം ലോ അനുസരിച്ച് പാരലോഗ്രാമിൻ്റെ ഡയഗണൽ ഇങ്ങനെ വരില്ലേ. സോ വർക്കിംഗ് ഓഫ് എ സ്ലിംഗ് ഈസ് ബേസ്ഡ് ഓൺ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. വർക്കിംഗ് ഓഫ് സ്ലിംഗ് മാത്രമല്ല, ഫ്ലൈയിങ് ഓഫ് ബേർഡ്സ്, ഓക്കെ, അതൊക്കെ നമുക്ക് പാരലലോഗ്രാം ലോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദി സ്റ്റോൺ. ഇതൊരു പ്രൊജക്ടൈലാണ്. പ്രൊജക്ടൈലിൻ്റെ മാക്സിമം ഹൈറ്റ് കാണാൻ പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഡയഗ്രാം വരക്കണം. u cos θ, u sin θ, h ഒക്കെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ വെർട്ടിക്കൽ മോഷൻ, വെർട്ടിക്കൽ അപ്വേർഡ് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് ഇവിടെ v² = u² + 2as എഴുതി കഴിയുമ്പോൾ u² എന്നുള്ളിടത്ത് u sin θൻ്റെ സ്ക്വയർ -2gh. ആ -2gh ഇങ്ങോട്ട് വരുമ്പോൾ +2gh ആകും. അങ്ങനെ മാക്സിമം ഹൈറ്റിൻ്റെ ഫോർമുല u² sin² θ / 2g എന്ന് കിട്ടും. എല്ലാ ഡെറിവേഷൻസും വളരെ സിമ്പിളായിട്ടുള്ള കുറഞ്ഞ സ്റ്റെപ്സിൽ നമ്മൾ തിയറി പാർട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡൗട്ടുള്ളവർ, ഡെറിവേഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ല ഒന്നുകൂടി സിമ്പിളായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ തിയറി ക്ലാസ്സിൻ്റെ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങി വരിക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൊസിഷൻ വെക്ടർ r ഓഫ് എ പാർട്ടിക്കിൾ p ലൊക്കേറ്റഡ് ഇൻ xy പ്ലെയിൻ. p എന്നുള്ള പോയിന്റ് ഇവിടെ കേട്ടോ, p എന്നുള്ള പോയിന്റ് ഇവിടെയാണ്. അതെ, അതിൻ്റെ പൊസിഷൻ വെക്ടർ കാണിച്ചിട്ടുണ്ട്.
ചോദ്യം റീഡ്രോ ദി ഫിഗർ ബൈ ഷോയിങ് ദി റെക്ടാങ്കുലർ കമ്പോണന്റ്. ഞാൻ ഇതിൽ തന്നെ വരയ്ക്കാണ്. നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ റീഡ്രോ ചെയ്യാം. പൊസിഷൻ വെക്ടറിന് ഞാൻ R വെക്ടർ എന്ന് എഴുതി. ഇനി അതിൻ്റെ കമ്പോണൻസ് വരയ്ക്കാൻ പറയുമ്പോൾ എക്സ് കമ്പോണൻറ്റ് ഇങ്ങനെയും Y കമ്പോണൻറ്റ് ഈ രീതിയിലും വരക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി പൊസിഷൻ വെക്ടർ ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കമ്പോണൻസ്. റെക്ടാങ്കുലർ കമ്പോണൻസിൻ്റെ ടേംസിൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എക്സ്, വൈ കോർഡിനേറ്റ് വൈ. അങ്ങനെ വരുമ്പോൾ ഈ എക്സ് കമ്പോണൻറ്റിൻ്റെ നീളം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അത് എക്സ് കോർഡിനേറ്റിന് ഈക്വൽ ആവും. വൈ കമ്പോണൻറ്റിൻ്റെ നീളം എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റിന് ഈക്വൽ ആവും. ഇത് എക്സ് കോർഡിനേറ്റിനും ഇത് വൈ കോർഡിനേറ്റിനും ഈക്വൽ ആവും. അപ്പോൾ കമ്പോണൻറ്റ് ഫോം എഴുതുമ്പോൾ R വെക്ടർ ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് എന്ന് എഴുതാം. ദിസ് ഇസ് ദി കമ്പോണൻറ്റ് ഫോം ഓഫ് പൊസിഷൻ വെക്ടർ. റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടൻറ്റ് ഓഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി. രണ്ട് വെക്ടറുകളുടെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുല പറ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. ഇതിൻ്റെ ഡെറിവേഷനും 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഡെറിവേഷൻ നോക്കി പഠിക്കണം. ഓക്കെ, അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ പ്രൊജക്ടൈൽ ഈസ് എനി ബോഡി ദാറ്റ് ഈസ് ഗിവൺ ആൻ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ദെൻ ഫോളോസ് എ പാത്ത് ഡിറ്റർമൈൻഡ് എൻറ്റയർലി ബൈ ദി എഫക്ട്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ആൻഡ് എയർ റെസിസ്റ്റൻസ്. ദി പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ്, പ്രൊജക്ടൈലിൻ്റെ പാത്ത് പരാബോള. Derive the expression for time to reach the maximum height and hence the time of flight. മാക്സിമം ഹൈറ്റിൻ്റെയും അതേപോലെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഒക്കെ ഫോർമുല ഡിറൈവ് ചെയ്യാനാണ്. മാക്സിമം ഹൈറ്റ് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തു. ഓക്കെ, ഇനി ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഫോർമുലയൊക്കെ ഡിറൈവ് ചെയ്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. വെർട്ടിക്കൽ അപ്വേർഡ് മോഷനിൽ V ഇസ് ഈക്വൽ ടു U പ്ലസ് AT എന്ന് എഴുതുമ്പോൾ U എന്നുള്ളിടത്ത് U സൈൻ തീറ്റ, AT എന്നുള്ളിടത്ത് GT മൈനസ് ആവും. അങ്ങനെ GT ഇസ് ഈക്വൽ ടു U സൈൻ തീറ്റ എന്ന് വരുമ്പോൾ ടൈം ഇസ് ഈക്വൽ ടു U സൈൻ തീറ്റ ബൈ G എന്ന് വരും. പക്ഷേ ഇത് മേലോട്ടെത്താനുള്ള ടൈമാണ്. ടോട്ടൽ ടൈം എടുക്കുമ്പോൾ ഇതിൻ്റെ ഡബിൾ വരും. 2U സൈൻ തീറ്റ ബൈ G എന്ന് വരും. ഓക്കെ, ഈ ഡയഗ്രം കൂടി വരക്കണം. ദെൻ അടുത്ത ക്വസ്റ്റ്യനായി നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ ബാക്കിയുള്ളത്, എ ബേസ് ബോൾ ലീവ്സ് ദി ബാറ്റ് വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് ഓഫ് 37 മീറ്റർ പെർ സെക്കൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 53.1. ഒരു ബേസ് ബോൾ ഗെയിം കണ്ടിട്ടൊന്നുമില്ല. ആ ബേസ് ബോൾ ബാറ്റിൽ നിന്ന് പോകുന്ന വെലോസിറ്റി തന്നു, ആംഗിൾ തന്നു. പ്രൊജക്ടൈൽ മോഷൻ ആണെന്ന് അർത്ഥം. ഓക്കെ, ക്രിക്കറ്റ് ബോൾ ആണെങ്കിലും ബാറ്റ്സ്മാൻ അടിക്കുമ്പോൾ പ്രൊജക്ടൈലാണ്. ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ദി ബോൾ. ശ്രദ്ധിക്കണേ, പ്രൊജക്ടൈലിൻ്റെ പൊസിഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടൈം 2 സെക്കൻഡ് ആകുമ്പോഴുള്ള പൊസിഷൻ ചോദിക്കുക. പ്രൊജക്ടൈലായി കൺസിഡർ ചെയ്യുന്നത് G9.8 എടുക്കണം എന്നും പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ പ്രൊജക്ടൈലായി നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുമ്പോൾ പൊസിഷൻ കാണാൻ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രൊജക്ടൈലിൻ്റെ പൊസിഷൻ കാണാൻ പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. ഇവൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ അത് എക്സ് ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വൈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ വൈ ഡയറക്ഷൻ, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ നോക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ്, എക്സ് ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വെലോസിറ്റി U cos തീറ്റ ഇൻറ്റു ടി. ഓക്കെ, ഇങ്ങനെ മതി. വെലോസിറ്റി ഇൻറ്റു ടൈം. അവിടെ ആക്സിലറേഷൻ 0 ആണ്. ഹൊറിസോണ്ടൽ മോഷനിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല, അപ്പോൾ ആക്സിലറേഷൻ ഇല്ല. വെലോസിറ്റി ഇൻറ്റു ടൈം. U തന്നിട്ടുണ്ട്, ആംഗിളും തന്നിട്ടുണ്ട്. ടൈം 2 സെക്കൻഡ് 44.4. എന്നാൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ വൈ കോർഡിനേറ്റ് കാണാൻ പറഞ്ഞാൽ UT പ്ലസ് ഹാഫ് AT സ്ക്വയറിൽ U എന്നുള്ളത് U സൈൻ തീറ്റ, ടൈം 2 സെക്കൻഡ്, മൈനസ് ഹാഫ് GT സ്ക്വയർ ആയത് എന്തുകൊണ്ടാണ്? മേലോട്ടാണ്. മേലോട്ട് വരുമ്പോൾ ആക്സലറേഷൻ മൈനസ് G എന്ന് വരും. അപ്പോൾ പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നുള്ളത് മൈനസ് ഹാഫ് GT സ്ക്വയർ ആവും. ഓക്കെ, അവിടെ ടീൻ്റെ വാല്യൂ 2 കൊടുക്കുക, ജീൻ്റെ വാല്യൂ 9.8, ടൈം 2 സെക്കൻഡ്. അങ്ങനെ വരുമ്പോൾ 39.6 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, പ്രൊജക്ടൈലിൻ്റെ പൊസിഷൻ കാണാൻ പറഞ്ഞാൽ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ്, വൈ ഡിസ്പ്ലേസ്മെൻറ്റ്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണും. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണുമ്പോൾ U cos തീറ്റ ഇൻറ്റു ടി എന്ന് മാത്രം മതി. അവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല, ആക്സിലറേഷൻ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ, എ ബോഡി പ്രൊജക്റ്റഡ് ഇൻറ്റു എയർ അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഹൊറിസോണ്ടൽ, വാട്ട് ഈസ് ദി ട്രജക്ടറി? നമുക്കറിയാം പ്രൊജക്ടൈലിൻ്റെ പാത്തിൻ്റെ ഷേപ്പ് പരാബോളയാണ്. ഗിവ് ദി മാത്തമാറ്റിക്കൽ പ്രൂഫ് ഫോർ യുവർ ആൻസർ. ഒരു പ്രൊജക്ടൈലിൻ്റെ പാത്ത് പാരാബോളിക് പാത്താണ് എന്നതിൻ്റെ പ്രൂഫ് ചോദിച്ചാൽ നമ്മൾ തിയറി ക്ലാസ്സിൽ പ്രൂഫ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ U വെലോസിറ്റിയിൽ എറിഞ്ഞ പ്രൊജക്ടൈൽ ഇവിടെ എത്തുന്നതായി കാണിക്കുക. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് വൈ. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് അതിൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞു തന്നില്ലേ, U cos തീറ്റ ഇൻറ്റു ടി എന്ന്. അതിൽ നിന്ന് T ഇസ് ഈക്വൽ ടു എക്സ് ബൈ U cos തീറ്റ. അപ്പോൾ ഇവിടെ ഈ ടിയും ഈ ടി സ്ക്വയറും, അവിടെ ആ ടി എന്നുള്ളിടത്തും ടി സ്ക്വയർ എന്നുള്ളിടത്തും എക്സ് ബൈ U cos തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ടാൻ തീറ്റ ഇൻറ്റു എക്സ്, സൈൻ ബൈ കോസ് ടാൻ ആണ്, യു കട്ട് ചെയ്ത് പോകും, ടാൻ തീറ്റ ഇൻറ്റു എക്സ് മൈനസ് G/2 U സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് പ്രൊജക്ടൈലിൻ്റെ പാത്ത് പാരാബോളിക് പാത്താണെന്ന് പ്രൂവ് ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ്. ഓക്കെ, അതൊരു പ്രൊജക്ടൈലിൻ്റെ ഒരു പാരാബോളിക് പാത്തിൻ്റെ ഇക്വേഷൻ പോലെ വരും. ദെൻ പ്രൊജക്ടൈലിൻ്റെ പാത്തുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് എക്സാമിന് ചോദിച്ച ഒരു പ്രോബ്ലം നോക്ക് നിങ്ങൾ. എന്താ പ്രോബ്ലം? ഇതാ, ട്രജക്ടറി ഓഫ് എ ബോഡി ഇൻ എ പ്രൊജക്ടൈൽ മോഷൻ ഈസ് ഗിവൺ ബൈ. ഒരു പ്രൊജക്ടൈലിൻ്റെ പാത്ത്, ട്രജക്ടറി പറയുമ്പോൾ പാത്ത് y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 80 എന്നു. എക്സ് ആൻഡ് വൈ ആർ ഇൻ മീറ്റേഴ്സ്. ഫൈൻഡ് ദി മാക്സിമം ഹൈറ്റ്.
പ്രൊജക്ടൈലിൻ്റെ പാത്തിൻ്റെ ഇക്വേഷൻ തന്നിട്ട് മാക്സിമം ഹൈറ്റ് ചോദിക്കും. സോ y is equal to x minus x square by 80. കറക്റ്റ് ഇക്വേഷൻ tan തീറ്റ ഇൻറ്റു എക്സ് അല്ലേ. അപ്പോൾ ആ tan തീറ്റൻ്റെ പ്ലേസിൽ 1 ആണ്. അപ്പോൾ tan തീറ്റ 1 ആണ്. അപ്പോൾ തീറ്റ 45 ഡിഗ്രി ആംഗിൾ കിട്ടി. ഇനി ഈ കോൺസ്റ്റൻറ്റ് നോക്ക്, എക്സ് സ്ക്വയറിന് ഇപ്പുറത്തുള്ള വാല്യൂ ആ കോൺസ്റ്റൻറ്റ് g/2 u square cos square തീറ്റ. ഇവിടെ g/2 u square cos square തീറ്റ എന്ന് പറയുമ്പോൾ 1/80 ആണ്. ഓക്കെ, അവിടെ cos square തീറ്റ തീറ്റ 45 ആയതുകൊണ്ട് cos 45 എന്ന് പറയുമ്പോൾ 1/√2 ആണ്. അപ്പോൾ cos square 45 എന്ന് പറയുമ്പോൾ 1ൻ്റെ സ്ക്വയർ 1 ആണ്, √2ൻ്റെ സ്ക്വയർ 2 ആണ്. അപ്പോൾ ഇവിടെ cos square 45 1/2 വരും, 2 കട്ട് ചെയ്തു, g/u square 1/80. അപ്പോൾ u square by g 80. ഹൈറ്റ് കാണേണ്ടത്, ഹൈറ്റ് കാണാൻ u square sin square തീറ്റ ബൈ 2g. സൈൻ സ്ക്വയർ 45 എന്ന് വരുമ്പോൾ സൈൻ 45 1/√2 ആണ്, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/2. അപ്പോൾ ഇവിടെ 1/2 എന്ന് എഴുതാം. അതേപോലെ u square by g എന്നതിന് പകരം 80 എന്ന് എഴുതാം. പിന്നെ താഴെ ഒരു 2 കൂടി വരും. സോ 80 × 1/2/2 20 മീറ്റർ എന്ന ആൻസർ കിട്ടും. സോ പ്രൊജക്ടൈലിൻ്റെ പാത്ത് പാരാബോളിക് പാത്താണ് എന്നതിൻ്റെ പ്രൂഫും അത് വെച്ച് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് കണ്ടത്. ദെൻ സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. ഡിറൈവ് ദി റിലേഷൻ കണക്റ്റിംഗ് ആംഗുലർ സ്പീഡ് ആൻഡ് ലീനിയർ സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷനിലെ ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, വിയും ഒമേഗയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ തിയറി പാർട്ടിൽ പഠിപ്പിച്ചതാണ്. ഒന്നുകൂടി ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്, എക്സ് ഈക്വൽ ടു ആർ തീറ്റ, രണ്ട് സൈഡും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റി, തീറ്റ ബൈ ടി ഒമേഗ, വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. Then a bead undergoing uniform circular motion in a circle of radius 12 cm completes 210 revolutions in 100 seconds. നമ്പർ ഓഫ് റെവല്യൂഷൻ തന്നു, ടൈമും തന്നു. എപ്പോഴും ആലോചിക്കണം, നമ്പർ ഓഫ് റെവല്യൂഷനും ടൈമും തന്ന ഫ്രീക്വൻസി കാണാം. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു n/t. വാട്ട് ഈസ് ദി സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കാണാൻ നമുക്ക് 3 ഫോർമുലകളുണ്ട്. ഒന്നുകിൽ r ഒമേഗ സ്ക്വയർ, അല്ലെങ്കിൽ v സ്ക്വയർ ബൈ r, അല്ലെങ്കിൽ v ഒമേഗ. ഇവിടെ റേഡിയസ് തന്നു, അതേപോലെ എന്നും ടിയും തന്നാൽ ഒമേഗയും കിട്ടും. സോ ഞാൻ r ഒമേഗ സ്ക്വയർ എന്നുള്ള ഫോർമുല ഉപയോഗിക്കണം. റേഡിയസ് 12 സെൻറ്റിമീറ്റർ, അതിനെ മീറ്റർ ആക്കാൻ 10⁻⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഒമേഗ ഈസ് ഈക്വൽ ടു 2π ന്യൂ ഫ്രീക്വൻസി n/t. സോ 2 × 3.14 × 210, 210 റെവല്യൂഷൻ 100 സെക്കൻഡ് കൊണ്ടാണ്. നമുക്ക് ഒമേഗ 13.2 എന്ന് കിട്ടും. 13.2നെ സ്ക്വയർ ചെയ്തുകൊണ്ട് ഈ റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിൽ പ്രധാനമായും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആയി നോക്കേണ്ടത്. ഓക്കെ, ബാക്കി ഡെറിവേഷനിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഡെറിവേഷൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ആ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയായി പഠിക്കുക, കൃത്യമായി ഓരോ ചോദ്യവും വായിച്ച് മനസ്സിലാക്കി മുഴുവനായും ആൻസർ ചെയ്യാനും ഫുൾ മാർക്ക് തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് നേടാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അവസാനിപ്പിക്കുന്നു. താങ്ക് യു ആൾ.